എല്ലാവർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ലിഥിയം ബാറ്ററി പാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ BMS, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. അതാണ് BMS. ഞാൻ എൻ്റെ 3 വർഷത്തെ പരീക്ഷണ നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ചാനലിൽ ഒരുപാട് സോളാറുമായിട്ട് ബന്ധപ്പെട്ടതും ലിഥിയം ബാറ്ററി പാക്കുമായിട്ട് ബന്ധപ്പെട്ടതുമായി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. BMS എങ്ങനെയാണ് കറക്റ്റായിട്ട് കണക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ BMS എങ്ങനെ കണക്ഷൻ കൊടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ ഒരു വീഡിയോ ചെയ്തിരുന്നത്. ലിഥിയം ബാറ്ററി പാക്ക് സീരീസ് കണക്ഷനായിട്ടും പാരലൽ കണക്ഷനുമായിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു BMS 60 ആംപിയറിൻ്റെയാണ്. ഇതിനകത്ത് ഹീറ്റ് സിങ്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, ഒരുപാട് ലൈഫും കിട്ടും. പക്ഷേങ്കിൽ ഈ 10 ആംപിയർ 20 ആംപിയറൊക്കെ വരുന്ന തീരെ ചെറിയ BMS ഒക്കെ നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ സംഭവം ഉപയോഗിക്കുമ്പോൾ തന്നെ അടിച്ചു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ കുറച്ചധികം BMS അടിച്ചു പോയിട്ടുണ്ട്. കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതേ 60 ആംപിയറിൻ്റെ ഒരു BMS ആണ്. ഇതിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സോൾഡർ ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ക്രൂ വെച്ചിട്ടും കൊടുക്കാം. സ്ക്രൂ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൊടുത്തു കഴിയുമ്പോഴാണെങ്കിൽ അവിടെ കുറച്ച് ലോസ് ഉണ്ടാവാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. നിങ്ങൾ സോൾഡർ ചെയ്യുന്നതായിരിക്കും അടിപൊളി. അവിടെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വലിയ ലോസ് ഒന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഹീറ്റ് സിങ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സോൾഡർ ചെയ്യണമെങ്കിൽ ഒരു 100 വാട്ട് അല്ലെങ്കിൽ ഒരു 60 വാട്ടിൻ്റെയെങ്കിലും സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സോൾഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ചൂട് ഈ ഒരു ഹീറ്റ് സിങ്ക് വലിച്ച് എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന സോൾഡറിങ്ങിൻ്റെ ലെഡ് പോലും ഉരുകത്തില്ല. തമിഴ്നാട്ടിൽ ഇപ്പോൾ തന്നെ ലേസർ വെൽഡിംഗ് ഉപയോഗിച്ചിട്ട് ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന കമ്പനി വരെ ഉണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും, കാരണം ഈ ഒരു മെഷീനൊക്കെ ലക്ഷങ്ങളാണ് വില. കേരളത്തിൽ ഇപ്പോൾ തന്നെ തട്ടിമുട്ടിയാണ് പല കമ്പനികളും ഓടിക്കുന്നത്. എന്നാലും നല്ല കത്തി വിലയ്ക്കാണ് കേരളത്തിൽ പല കമ്പനിയും ലിഥിയം ബാറ്ററി പാക്ക് വിൽക്കുന്നത്. ആ ഒരു വില കൂടുതൽ കൊണ്ട് തന്നെ കേരളത്തിലുള്ള ഒരു ഒറ്റ കമ്പനിയുടെ പോലും ലിഥിയം ബാറ്ററി പാക്ക് നമ്മൾ വാങ്ങിയിട്ടില്ല. നോർത്ത് ഇന്ത്യൻ കമ്പനികളുമായിട്ട് നോക്കുമ്പോൾ ഒരു ക്വാളിറ്റിയും കൂടുതൽ കേരള ബ്രാൻഡിന് ഇല്ല. അതുമാത്രമല്ല, കേരളത്തിലെ ബ്രാൻഡുകൾ പല കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാലും നല്ല രീതിയിൽ ഒരു വ്യക്തമായിട്ടുള്ള മറുപടി തരുന്നില്ല. കോട്ടയത്തുള്ള ഒരു ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന കമ്പനി നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു ലിഥിയം ബാറ്ററി പാക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാണ് കേരള ബ്രാൻഡ് അല്ലേ എന്ന് വെച്ച്. ഇപ്പോൾ അവർ പറയുന്നത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റ് വരും, അത് അവർക്ക് ക്ഷീണമാണെന്നാണ്. കേരളത്തിലുള്ള കമ്പനികളെ പ്രൊമോഷന് വേണ്ടി വിളിച്ചാൽ പോലും ലിഥിയം ബാറ്ററി പാക്കിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ദൂരത്തുനിന്ന് ഷൂട്ട് ചെയ്യണം, അടുത്ത് പോയി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ രഹസ്യങ്ങളൊക്കെ പുറത്ത് പോകുമെന്നാണ് പറയുന്നത്. എന്ത് രഹസ്യമാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ കമ്പനിയിൽ വീഡിയോ എടുക്കുമ്പോൾ ലിഥിയം ബാറ്ററി പാക്കിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് വീഡിയോ എടുത്താൽ പോലും അവർക്കൊരു സീനില്ല. കാരണം എന്നാ, അവർ ചെയ്യുന്ന സംഭവം അവരെ എല്ലാവരും കാണിച്ചിട്ട് പുറത്ത് വിട്ടാലും അവരുടെ ബിസിനസ്സിൽ അത് ബാധകമല്ല. ഇതുപോലത്തെ വില കുറഞ്ഞ BMSകളെ നിങ്ങൾ സീരീസ് കണക്ഷനായിട്ടും പാരലൽ കണക്ഷനായിട്ടും കൊടുത്തു കഴിഞ്ഞാൽ BMS എന്തായാലും അടിച്ചു പോകുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞാൻ അങ്ങനെ കൊടുത്തു നോക്കി. ഞാൻ അങ്ങനെ കൊടുത്ത എല്ലാ BMSും താമസിക്കാണ്ട് തന്നെ പണി മുടക്കിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു BMS പോയിട്ടുണ്ട്. ഷോർട്ടായി കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. 2 ലിഥിയം ബാറ്ററി പാക്ക് തമ്മിൽ ഏത് രീതി കൊടുത്തു കഴിഞ്ഞാലും ഷോർട്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓർണം പോകുന്നുണ്ട്. 42 AHൻ്റെ 2 ലിഥിയം ബാറ്ററി പാക്ക് തമ്മിൽ നമ്മൾ സീരീസ് ആയിട്ടും പാരലറായിട്ടും കൊടുത്തിട്ട് അതിൻ്റെ BMS ഒക്കെ അടിച്ചുപോയി നല്ല തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ അത് പൊളിച്ചിട്ട് ഒരൊറ്റ ലിഥിയം ബാറ്ററി പാക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ താമസിക്കാണ്ട് വരും. ഈ ഒരു BMS ഒക്കെ വളരെ അധികം വിലക്കുറവാണ്. ഇത് ഷോർട്ടായാൽ പോലും അടിച്ചു പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ ചുരുക്കം പറഞ്ഞാൽ.